ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ഒരു പഴച്ചെടിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇലന്തപ്പഴം, ബർ ആപ്പിൾ, ആപ്പിൾ ബർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു പഴമാണിത്. ആപ്പിളിനേക്കാളും 100 ഇരട്ടി ജീവകമുള്ള ഒരു പഴമാണ് ജുജൂബ് അഥവാ ഇലന്ത എന്ന് പറയപ്പെടുന്ന ഈ ഒരു പഴം. ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു പഴമാണ് ഇലന്തപ്പഴം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവൻ്റെ പഴം, അമരത്വത്തിൻ്റെ പഴം എന്നൊക്കെയാണ് പണ്ടേയുള്ളവർ ഈ ഒരു പഴത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ധാരാളം അമിനോ ആസിഡുകളും അതുപോലെ വിറ്റാമിൻസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് ഇലന്തപ്പഴം. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതുപോലെ ന്യൂട്രിയൻസും ഉള്ളത് കാരണം ക്യാൻസർ സെല്ലിനെ തടയാനുള്ള ഒരു കഴിവ് ഈ ഒരു പഴത്തിനുണ്ട്. ലോ കലോറി കണ്ടൻ്റുള്ള ഒരു പഴമായതിനാൽ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം എന്നിവ ധാരാളമുള്ളത് കാരണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം കാൽസ്യം, അയൺ, ഫോസ്ഫറസ് എന്നിവയുള്ളത് കാരണം അസ്ഥികളെയും പേശികളെയും പല്ലിനെയും ബലപ്പെടുത്തുവാനുള്ള കഴിവും ഈ ഒരു പഴത്തിനുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ളതിനാൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു പഴം ഉപകാരപ്രദമാണ്. മാനസിക സമ്മർദ്ദത്തിനും അതുപോലെ തന്നെ ഉറക്കക്കുറവിനും ഈ ഒരു പഴം നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു നാച്ചുറൽ സെഡേറ്റീവായിട്ട് ഈ ഒരു പഴത്തെ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പഴത്തിലുള്ള പോളിസാക്കറൈഡ്സ് അതുപോലെ ഫ്ലാവനോയിഡ്സ്, സാപ്പോൺസ് എന്നിവ ഇതിന് സഹായകമാവുന്നതാണ്. ഈ ഒരു പഴം നമുക്ക് ഉണക്കിയിട്ടും കഴിക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് രക്തം ശുദ്ധീകരിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. ഈ പഴം ഉണക്കി പൊടിച്ച് കഴിക്കുന്നതിലൂടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യുന്നതിന് സഹായകമാണ്. അതിലൂടെ നമുക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി എന്നിവയ്ക്കൊക്കെ ഒരു രക്ഷയായിട്ട് ഈ ഒരു പഴം ഉപയോഗിക്കാം. അതിനു പുറമെ തന്നെ നമുക്കിത് കഴിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു ചർമ്മത്തെ കിട്ടുക എന്നുള്ളതാണ്. ഈ പഴത്തിലുള്ള ചില കണ്ടൻറ്റുകളാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. ഈ ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സത്ത് നമുക്ക് സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷ തേടാം. അതുപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടുന്നതിൽ നിന്നൊക്കെ നമുക്ക് മുറിവിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഈ ഒരു പഴം നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്കും പേടി കൂടാതെ കഴിക്കാവുന്നതാണ് ഈ ഒരു പഴം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു മരമാണ് ഇലന്തപ്പഴത്തിൻ്റേത്. നമുക്ക് കുറ്റിച്ചെടിയായും അതുപോലെ തന്നെ ഒരു ചെറുമരമായിട്ടും നമുക്കിത് വളർത്താവുന്നതാണ്. സീസിഫസ് ജുജുബ എന്നാണ് ഈ ഒരു പഴത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഇലന്ത, ലന്ത, ജുജുബ, ബർ ആപ്പിൾ, ആപ്പിൾ ബർ എന്നിങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് ഡേറ്റ് എന്നും ഇതിനെ പറയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിലും അതുപോലെ തമിഴ്നാട്ടിലുമാണ് ഇത് കൂടുതലായും കൃഷി ചെയ്യുന്നത്. കേരളത്തിലും അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. കടകളിലൊക്കെ കണ്ടുവരുന്ന കറുത്ത നിറത്തിലുള്ള അച്ചാർ, പുളിയച്ചാർ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു പഴം കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇലന്തമരം പരമാവധി 10 മീറ്റർ ഉയരത്തിൽ വളരുന്നുണ്ട്. എത്ര വരണ്ട അവസ്ഥയിലും ഇവയ്ക്ക് വളരാൻ കഴിയും. ചൈനീസ് ഇലന്തയും ഇന്ത്യൻ ഇലന്തയും വെവ്വേറെയുണ്ട്. ഇന്ത്യയിൽ തന്നെ 90-ലേറെ ഇനങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളാണുള്ളത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവുകയും അവ നന്നായി വളരുകയും ചെയ്യും. സൂര്യപ്രകാശ ലഭ്യത സമൃദ്ധമായ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്നതാണ് ഏറ്റവും അനുയോജ്യം. മണൽ കലർന്ന നീർവാർച്ചയുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് വളരാൻ അനുയോജ്യം. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നന്നായി വളരാൻ ഇവയ്ക്ക് കഴിയുന്നതാണ്. മഴയിലും അന്തരീക്ഷ ഊഷ്മാവിലും സംഭവിക്കുന്ന വലിയ വ്യതിയാനങ്ങൾ പോലും ഇലന്ത ചെടി സഹിക്കുന്നതാണ്.
തണലിടങ്ങളിലേക്കാൾ നല്ലത് തുറസായ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ്. വീടുകളിൽ സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസിലോ അതുപോലെ ചെടിച്ചട്ടിയിലോ ഡ്രമ്മിലോ എല്ലാം ഇവ നട്ടുവളർത്താവുന്നതാണ്. നല്ലതുപോലെ സൂര്യപ്രകാശവും അതുപോലെ നല്ല വെളിച്ചവും കിട്ടിയാൽ ചെടി നന്നായി വളരും. ഇവയുടെ വിളവെടുപ്പിനു ശേഷം പ്രൂണിംഗ് ചെയ്താൽ നല്ല രീതിയിൽ വളരുകയും നല്ല കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഒരുവിധം എല്ലാ നഴ്സറികളിലും ഇപ്പോൾ ഇലന്തപ്പഴത്തിൻ്റെ തൈ കണ്ടുവരുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇവയുടെ കൃഷിരീതി. 1 മീറ്റർ ചതുരശ്ര അളവിൽ കുഴിയെടുത്ത് ചാണകപ്പൊടിയും മേൽമണ്ണും നിറച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നടുന്ന സമയത്ത് നമുക്ക് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും നൽകാം. ആവശ്യത്തിന് വേണ്ടവിധം നനയ്ക്കുകയും വേണം. ആദ്യ തവണ ഉണ്ടാവുന്ന കായ്കളുടെ എണ്ണം കുറവാണെങ്കിലും പിന്നീട് കായ്കളുടെ എണ്ണം കൂടി വരുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നടുന്നതെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ കായകൾ ഉണ്ടാകും. ഏപ്രിൽ മാസത്തിൽ പൂവുകൾ വന്ന് നവംബർ മുതൽ ജനുവരി വരെയാണ് ഇവയിൽ കായകൾ ഉണ്ടാകുന്നത്. വെളുത്ത നിറത്തിലുള്ളതാണ് ഇവയുടെ പൂക്കൾ. അതുപോലെ തന്നെ ചെടിയിൽ കുഞ്ഞി മുള്ളുകളും കാണാം. പുറമേ നിന്നും നോക്കുമ്പോൾ ശരിക്കും ഒരു ഗ്രീൻ ആപ്പിളിനെ പോലെയാണ് ഇലന്തപ്പഴത്തെ നമുക്ക് തോന്നുക. ഇവ വലുതായി പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ കലർന്ന പച്ച നിറത്തിലാണ് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള വേറെ ഇലന്തപ്പഴവുമുണ്ട്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉള്ളത് പച്ച നിറത്തിലുള്ള ഇലന്തയാണ്. ഇവ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചവർപ്പൊന്നും കൂടാതെ നമുക്ക് നല്ല രുചിയോടെ തന്നെ കഴിക്കാം. ഇന്ത്യൻ ഇതിഹാസങ്ങളിലും ധാരാളം പരാമർശിച്ചിട്ടുള്ളതാണ് ഇലന്തപ്പഴത്തെക്കുറിച്ച്. ഇവ നമുക്ക് പഴുത്ത പഴങ്ങൾ അതേപടി കഴിക്കാം. പഴുക്കാത്ത പഴങ്ങൾ നമുക്ക് കീറി അച്ചാറിടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാങ്ങയൊക്കെ കഴിക്കുന്നത് പോലെ ഉപ്പ് കൂട്ടിയിട്ടും കഴിക്കാം. ബ്രൗൺ കളറിലുള്ള ഇലന്തപ്പഴം കാഴ്ചയിലൊരു ഈത്തപ്പഴം പോലെയാണ് തോന്നുക. അതുകൊണ്ട് വിദേശികൾ അവയെ ഇന്ത്യൻ ഈത്തപ്പഴം എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഗ്രീൻ ആപ്പിൾ പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം, കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്